ഹലോ ഗായ്സ്, എല്ലാവർക്കും കൈറോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ് സ്വപ്നം കാണുന്ന എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണിത്. റെയിൽവേ ജോബ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കരിയറാണ്. ജോബ് സെക്യൂരിറ്റി, നല്ല സാലറി, അലവൻസസ്, പ്രൊമോഷൻസ്. അതുകൊണ്ട് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ലക്ഷക്കണക്കിന് ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യാറുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റിൽ വന്നിട്ടുള്ള പോസ്റ്റ് സെക്ഷൻ കൺട്രോളർ ആണ്. സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി തന്നെ 35,000 ആണ്. അതിൻ്റെ കൂടെ DA, HRA, TA, മറ്റ് ഗവൺമെൻറ് അലവൻസസ് എല്ലാം കിട്ടുന്നത് കൊണ്ട് ഇൻ ഹാൻഡ് സാലറി ഇതിനേക്കാൾ നല്ലതായിരിക്കും. ഇവിടെ ഏറ്റവും നല്ല ഒരു കാര്യം എന്തെന്നാൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്നും കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. കേരള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ ഫുൾ എലിജിബിലിറ്റി ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 119 വേക്കൻസീസ് ആണ്. പിന്നെ വീഡിയോ ഫുൾ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡിഗ്രി, ഏജ് ലിമിറ്റ് എന്താ എന്ന്. സോ നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം മതി. അത് ഏതൊരു ഡിഗ്രി ആയിക്കോട്ടെ, ആർട്സ് ആകാം, സയൻസ്, കൊമേഴ്സ്, BBA, BCA, BTech, അങ്ങനെ ഏതൊരു ഡിഗ്രി ആയിക്കോട്ടെ, പക്ഷേ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉള്ളവരായിരിക്കണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം കേട്ടോ. അതായത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ജനറലി എലിജിബിൾ അല്ല എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. നോട്ടിഫിക്കേഷൻ വല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ അവർ അറിയിക്കുന്നതായിരിക്കും. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. മിനിമം ഏജ് 20 വയസ്സാണ്. മാക്സിമം ഏജ് 33 വയസ്സ്. റിസർവേഷൻ കാറ്റഗറി കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ റിലാക്സേഷനും SC or ST കാൻഡിഡേറ്റ്സിന് 5 വർഷമാണ് റിലാക്സേഷൻ കിട്ടുന്നത്. അതായത് OBC കാൻഡിഡേറ്റ്സിന് 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC or ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 38 വയസ്സുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്ത കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് അതും ചെക്ക് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സാം അറ്റൻഡ് ചെയ്താൽ ഫീസിൽ നിന്ന് 400 രൂപ തന്നെ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ എക്സാം എഴുതിയാൽ മാത്രം. ഓക്കെ. സോ SC, ST, വിമൻ, എക്സ് സർവീസ്, PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് 250 രൂപയാണ്. സോ വിമൻ കാൻഡിഡേറ്റ്സിനും SC, ST കാൻഡിഡേറ്റ്സിനെല്ലാം PWD കാൻഡിഡേറ്റ്സിനും എല്ലാം 250 രൂപയാണ്. എക്സാം അറ്റൻഡ് ചെയ്താൽ ആ എമൗണ്ടും നോട്ടിഫിക്കേഷൻ പ്രകാരം റീഫണ്ട് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് എക്സാം ഫീസ് ആലോചിച്ച് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. 500 രൂപയാണെങ്കിലും ശരി, 250 രൂപയാണെങ്കിലും ശരി, നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടി. സോ അതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് എക്സാം ആരും സ്കിപ്പ് ചെയ്യരുത്. എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് എപ്പോഴും വരുന്നതൊന്നുമല്ല. അതുകൊണ്ട് എലിജിബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ലാസ്റ്റ് വരെ കാണണേ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, സാലറി. റെയിൽവേ ജോബ് നോക്കുന്ന മെജോറിറ്റി ആളുകളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്: സാലറി എത്ര കിട്ടും? ഈ സെക്ഷൻ കൺട്രോൾ പോസ്റ്റ് പേ ലെവൽ 6 വരുന്നത്. സോ സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി തന്നെ 35,400 രൂപയാണ്. പക്ഷേ അതുമാത്രമല്ല, ബേസിക് സാലറിയുടെ കൂടെ ഗവൺമെൻറ് അലവൻസസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, മറ്റ് എലിജിബിൾ അലവൻസ് ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് മന്ത്ലി സാലറി ബേസിക്കിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല സെൻട്രൽ ഗവൺമെൻറ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി വേക്കൻസീസ് നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം മൊത്തം 119 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസീസ് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്സിൽ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള RRB ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട്. നോട്ടിഫിക്കേഷനിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് RRB വേക്കൻസീസ് പറയാം. അഹമ്മദാബാദിൽ 11 വേക്കൻസി, ബാംഗ്ലൂരിൽ 8 വേക്കൻസീസ്, ബിലാസ്പൂർ 8 വേക്കൻസി, ചെന്നൈ 9 വേക്കൻസീസ്, സെക്കൻഡരാബാദ് 5 വേക്കൻസീസ്, തിരുവനന്തപുരം 4 വേക്കൻസീസ്. ഇതുപോലെ വേറെ RRBകളിലും വേക്കൻസീസ് ഉണ്ട്. കംപ്ലീറ്റ് ലിസ്റ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തിരുവനന്തപുരം RRBയിൽ മൊത്തം 4 വേക്കൻസീസ് ആണ് ഉള്ളത്. സോ കാറ്റഗറി വൈസ് നോക്കിയാൽ അൺറിസർവ് കാൻഡിഡേറ്റ്സിനും OBC കാറ്റഗറിക്കും EWS, SC or ST എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, സാലറി. റെയിൽവേ ജോബ് നോക്കുന്ന മെജോറിറ്റി ആളുകളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്: സാലറി എത്ര കിട്ടും? ഈ സെക്ഷൻ കൺട്രോൾ പോസ്റ്റ് പേ ലെവൽ 6 വരുന്നത്.
സ്റ്റാർട്ടിംഗ് ബേസിക് സാലറി തന്നെ 35,400 രൂപയാണ്. പക്ഷേ അത് മാത്രമല്ല, ബേസിക് സാലറിയുടെ കൂടെ ഗവൺമെൻറ് അലവൻസസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, മറ്റ് എലിജിബിൾ അലവൻസ് ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് മന്ത്ലി സാലറി ബേസിക്കിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതൊരു നല്ല സെൻട്രൽ ഗവൺമെൻറ് കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം മൊത്തം 119 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസീസ് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്സിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള RRB ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷനിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് RRB വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അഹമ്മദാബാദിൽ 11 വേക്കൻസീസ്, ബാംഗ്ലൂർ 8 വേക്കൻസീസ്, ബിലാസ്പൂർ 8, ചെന്നൈ 9, സെക്കൻഡറാബാദ് 5, ട്രിവാൻഡ്രം 4 വേക്കൻസീസ്. ഇതുപോലെ വേറെ RRBകളിലും വേക്കൻസീസ് ഉണ്ട്. കംപ്ലീറ്റ് ലിസ്റ്റ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. കേരള കാൻഡിഡേറ്റ്സിന് ശ്രദ്ധിക്കാനുള്ളത് ട്രിവാൻഡ്രം RRBയിൽ 4 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാറ്റഗറി വൈസ് നോക്കിയാൽ അൺറിസർവ് കാൻഡിഡേറ്റ്സിന് വേക്കൻസീസ് ഉണ്ട്. OBC, EWS, SC, ST എല്ലാവർക്കും കാറ്റഗറി അനുസരിച്ച് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ കേരള കാൻഡിഡേറ്റ്സിന് വേറൊരു RRB, അതായത് ട്രിവാൻഡ്രം അല്ലാതെ RRB ബാംഗ്ലൂരിലോട്ടോ RRB ചെന്നൈയിലോട്ടോ, അതായത് ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് 4 വേക്കൻസീസേ ഉള്ളൂ അല്ലേ. സോ ഏറ്റവും കൂടുതൽ വേക്കൻസി ഇപ്പോൾ പറഞ്ഞത് വെച്ച് അഹമ്മദാബാദിലാണ് വേക്കൻസീസ് കൂടുതൽ. സോ എനിക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് അഹമ്മദാബാദ് RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊരു RRB വേണമെന്നുള്ളത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണുള്ളത്. സോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇനി നമ്മൾ അടുത്തൊരു കാര്യം പറയാം. ഇനി സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. പലരും അപ്ലൈ ചെയ്യും, പക്ഷേ സെലക്ഷൻ പ്രോസസ്സ് അറിയാതെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈ റിക്രൂട്ട്മെൻറ്റിൽ സെലക്ഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം നടക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ എക്സാമിന് അവർ വിളിക്കും. എക്സാം ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സ് നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, ഏജ് പ്രൂഫ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ്, ഐഡൻറ്റിറ്റി പ്രൂഫ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഈ പോസ്റ്റിന് നോട്ടിഫിക്കേഷനിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനൽ സെലക്ഷന് മെഡിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ എക്സാമിനേഷന് റെയിൽവേ റൂൾസ് പ്രകാരം നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്ത മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ്സ് ഒരു പ്രാവശ്യം വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം നോക്കാം. ഒഫീഷ്യൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന RRB പോർട്ടൽ വഴി തന്നെ അപ്ലൈ ചെയ്യാം. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. കറക്റ്റ് മൊബൈൽ നമ്പറും ഇമെയിൽ IDയും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് എല്ലാം അതിലേക്ക് വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം കെയർഫുള്ളി ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ക്വാളിഫിക്കേഷൻ, കാറ്റഗറി, അഡ്രസ് എല്ലാം സർട്ടിഫിക്കറ്റ് പ്രകാരം തന്നെ എൻ്റർ ചെയ്യണം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരുത്തരുത്. ഇനി റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കണം. റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ നോട്ടിഫിക്കേഷനിൽ പറയുന്ന ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഫയൽ സൈസ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്യുക. ജനറൽ, OBC, EWS കാൻഡിഡേറ്റ്സിന് 500 രൂപയും SC, ST, വിമൻ എലിജിബിൾ കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ്. എക്സാം അറ്റൻഡ് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീ റീഫണ്ട് ഉണ്ടെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് പ്രിവ്യൂ ചെക്ക് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം കറക്ഷൻ ചാൻസ് എല്ലാ റിക്രൂട്ട്മെൻറ്റിലും ഉണ്ടാവില്ല. അതുകൊണ്ട് റഷ് ചെയ്യാതെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യുക. ഫ്യൂച്ചർ റെഫറൻസിന് പ്രിൻ്റ് എടുത്തതും നല്ലതാണ്. ഫ്രണ്ട്സ്, ഒരു കാര്യം ഞാൻ പറയാം. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ് എപ്പോഴും വരുന്നതല്ല. സോ എലിജിബിൾ ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ ഏർലി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സെർവർ ബിസി ആവുന്നത് കൊണ്ട് ലാസ്റ്റ് ഡേ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് എലിജിബിലിറ്റി കൺഫേം ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ PDF, ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ലിങ്ക്, ഒഫീഷ്യൽ വെബ്സൈറ്റ് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുക്കാം. ഡയറക്റ്റ് ഒഫീഷ്യൽ ലിങ്ക് വഴി മാത്രം അപ്ലൈ ചെയ്യുക. ഫേക്ക് വെബ്സൈറ്റ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഡെയിലി കേരള PSC, റെയിൽവേ, SSC, ബാങ്ക്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പ്രൈവറ്റ് ജോബ് മിസ് ആക്കാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. See you soon. Thank you.